ഈ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു. അറബ് എന്ന് പറയുമ്പോൾ GCC രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു. ഇറാന്റെ ഈ ഒരു നടപടിക്കെതിരെ ഖത്തറിന്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളുടെയും പ്രസ്താവന. വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ പ്രസ്താവനകൾ വരുന്നത് അങ്ങനെയാണ്. പൂർണ്ണ പിന്തുണ ഖത്തറിന് നൽകിക്കൊണ്ടും ഇറാനെ ശക്തമായി അപലപിച്ചുകൊണ്ടുകൂടിയാണ് ഈ പ്രസ്താവനകളൊക്കെ തന്നെ വരുന്നത്. സൗദി അറേബ്യ, UAE അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഈ പ്രസ്താവനയിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഖത്തറിനൊപ്പം എന്നുള്ളതാണ്. അതേസമയം ഇറാന്റെ വാദം, ഇറാൻ കൃത്യമായി പറയുന്നത് ഖത്തറിനെ അല്ല ആക്രമിച്ചത്, മറിച്ച് ആക്രമണം നടത്തിയിട്ടുള്ളത് അമേരിക്കയാണെന്ന് പറയുമ്പോൾ പോലും ഖത്തറിന്റെ രാജ്യാതിർത്തിയിലേക്ക്, പരമാധികാരത്തിലേക്കുള്ള ആക്രമണമായിട്ടാണ്, കടന്നുകയറ്റമായിട്ടാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ശക്തമായിട്ട് അപലപിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദുബായ്, UAE അതോടൊപ്പം തന്നെ ഖത്തർ, ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി 28 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 28 വിമാന സർവീസുകൾ റദ്ദാക്കി എന്നുള്ളതാണ് വിവരം വരുന്നത്. അതോടൊപ്പം തന്നെ ഒമാനിൽ നിന്നുമുള്ള 8 വിമാന സർവീസുകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കുന്നു. ഒരു വിമാനം പോലും ഇപ്പോൾ ദുബായിയൊക്കെ സംബന്ധിച്ചിടത്തോളം 1.5 മിനിറ്റിന്റെ ഇടവേളകളിൽ ഒരു വിമാനം പറന്നുയരുന്ന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ദുബായിലെ വിമാനത്താവളം. പക്ഷേ അവിടെ നിന്നും കഴിഞ്ഞ ഇത്രയും സമയമായിട്ട്, മണിക്കൂറുകളായിട്ട് ഒരു വിമാനം പോലും ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. അത്രത്തോളം ഈ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് വ്യോമഗതാഗതത്തിന്റെ കാര്യത്തിൽ. അതേസമയം ബഹ്റൈനിൽ വലിയ ജാഗ്രത ഇപ്പോഴും തുടരുന്നുണ്ട്. ബഹ്റൈനിലാണ് ഈ മേഖലയിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ നാവിക താവളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ജാഗ്രത തുടരുന്നു. ദുബായിയെ സംബന്ധിച്ചിടത്തോളം അല്പം മുൻപൊരു അറിയിപ്പ് വന്നത് ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് വന്നിട്ടുള്ളത്. അല്പം മുൻപ് ദുബായിൽ നിന്ന് അനാവശ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ളതോ ആയ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്, ആളുകൾ അനാവശ്യമായി കൂട്ടം കൂടി ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കരുതെന്നുള്ള ഒക്കെ അറിയിപ്പുകൾ ദുബായിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഏതായാലും ഈ മേഖലകളിലൊക്കെ ഇപ്പോൾ വ്യോമഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതിന് അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഇറാഖിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇറാഖിൽ മിസൈൽ ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ ഇറാഖ് ഇപ്പോൾ അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ അധികാരം പരിധിയിലേക്ക് അല്ലെങ്കിൽ രാജ്യാതിർത്തിയിലേക്ക് ഒരു വിധത്തിലുള്ള കടന്നുകയറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മിക്ക മാധ്യമങ്ങളും അൽ ജസീറ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാഖിൽ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അതിനെ ഇറാഖ് നിഷേധിക്കുന്നുമുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്തൊരു നീക്കം, ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, അമേരിക്കൻ സേനയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു സൈനിക ക്യാമ്പിൽ നിന്ന് ഇറാനെതിരായിട്ടുള്ളൊരു നീക്കമോ ആക്രമണമോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ആശങ്ക. പ്രത്യേകിച്ച് ഖത്തറിലാണ് നേരത്തെ ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായേക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മേഖലകളിലും UAE, ഒമാൻ അടക്കമുള്ള എല്ലാ മേഖലകളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ആ സൈനിക താവളങ്ങളിലൊക്കെ ഇപ്പോൾ ജാഗ്രത തുടരുന്നുമുണ്ട്.